മഹത്വമുണ്ടായിരിക്കട്ടെ. വന്ദേ റമാച്ചൻ. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം. ഇന്നത്തെ ദിവസമെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്? ദുഃഖവെള്ളി. ദുഃഖവെള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം എല്ലാവരും ദുഃഖത്തിലേക്ക് ആഴുന്ന ഒരു ദിവസമാണ്. നമ്മുടെ അരുമനാഥനെ കുരിശിലേക്ക് കയറ്റി അവൻ്റെ കൈയും കാലും കുത്തിത്തുളർന്ന ദിവസമാണ്. അവൻ്റെ വിലാപ്പുറത്ത് കുന്നം കൊണ്ട് കുത്തിയ ദിവസമാണ്. അതായത് ഈ പ്രകൃതിയെ പോലും നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി പോലും കാറ്റടിക്കാതെ ശാന്തമായി നിൽക്കുന്ന സമയം. കാരണം അവരെല്ലാം ദുഃഖിക്കുന്നതായ ഒരു സമയമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അന്ന് ദുഃഖവെള്ളിക്ക് എന്താ പറയുന്നത്? ഗുഡ് ഫ്രൈഡേ. ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളിയാഴ്ച. കാരണം ആ നല്ല വെള്ളിയാഴ്ച എന്ന പേര് വരുവാൻ കാരണമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അരുമനാഥൻ പാപികളായ നമ്മൾക്ക് വേണ്ടി ക്രൂശ് മരണം വഹിച്ച് നമ്മളെ രക്ഷപ്പെടുത്തിയ ഒരു ദിവസമാണ്. ഇന്ന് ഈ ലോകം മൊത്തം രക്ഷയുടെ ഉറവിടങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ഈ ക്രൂശിലേക്ക് നോക്കി ഇവിടെ കേൾക്കുന്ന വചനപ്രകാരം ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് എൻ്റെ അനുഭവം എന്താണെന്നും എൻ്റെ ലോകം എന്താണെന്നും എൻ്റെ ആവശ്യം എന്താണെന്നും ഈ ക്രൂശിലേക്ക് നോക്കി ഓരോ വ്യക്തികളും കരയുന്ന വ്യക്തിക്ക് ആവശ്യാനുസരണം അവരുടെ ആവശ്യങ്ങളനുസരിച്ച് നൽകി കൊടുക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, ആദാമ്യവർഗം പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ പിതാവാൻ ദൈവം ഉയരത്തിൽ നിന്ന് നോക്കി എന്താണ് ഇനി ഒരു പ്രതിവിധി എന്താണെന്ന് ചിന്തിച്ചു. സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഒരു കന്യകയെ തിരഞ്ഞെടുത്തു. കന്യകയെ തന്റെ പുത്രന് ജനിക്കുവാനായി തിരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവിനാൽ ആ കന്യകയെ അടുക്കൽ ചെന്ന് ഗംഭീരദൂതൻ പറയുകയാണ്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ പുരുഷനെ അറിയാതെ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ ദൈവത്തിന്റെ കൃപ എന്ന വാക്ക് കേട്ടപ്പോഴേ ആ കന്യക അവിടെ ഒരു സമർപ്പണം നടത്തുകയാണ്. ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ആ ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ ദൈവപുത്രന്റെ അമ്മ എന്ന പേരിന് യോഗ്യത ലഭിച്ചു. ഇതുപോലെയാണ് നാം ഓരോരുത്തരും ഈ ദുഃഖവെള്ളിയാഴ്ച ഈ സമയത്ത് നമ്മളെ തന്നെ സമർപ്പിച്ച് ആ ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് നന്മയുടെ ഉറവിടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. എല്ലാവർക്കും അറിയാം, അബ്രഹാം ആരായിരുന്നു? ആ വിശ്വാസികളുടെ പിതാവ് അബ്രഹാം. തന്റെ കൂടാരത്തിന്റെ വെളിയിൽ നിൽക്കുമ്പോൾ 3 പുരുഷന്മാർ അതുവഴി കടന്നു പോകുന്നു. അവരെ സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലം വരെ കുനിഞ്ഞു. യജമാനന്മാരെ ഇവിടെ ഇരുപ്പി, ഞാൻ അല്പം വെള്ളം കൊണ്ടുവന്ന് കാലുകളെ കഴുകട്ടെ. വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകി വിശപ്പടക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ദാസനായവർക്ക് നല്ലതായ ഒരു ഇളയതുമായ ഒരു കാലക്കുട്ടിയെ കൊടുത്തിട്ട് പറയുകയാണ്, വേഗമില്ല അടുത്ത് സദ്യ ഒരുക്കുകയും സാറയോട് പറയുകയാണ് 3 ഡബറി മാവ് കുഴച്ച് വേഗം അപ്പം ഉണ്ടാക്കുവാൻ. അവൻ അവിടെ നിന്ന് സംതൃപ്തരായി ആഹാരം കഴിച്ച് പോവുകയാണ്. അവിടെ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. അടുത്ത വർഷം ഞങ്ങൾ ഇതുവഴി വരുമ്പോൾ നിന്റെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കും. ഇത് കേട്ട് അബ്രഹാം അകത്തുനിന്ന് സാറ അകത്തുനിന്ന് ചിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് മനുഷ്യരുടെ ആ അവസ്ഥ നിന്നുപോയി, എന്നാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് സാറ അവിടെ ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. അങ്ങനെ സാറയ്ക്ക് ഒരു മകൻ, അബ്രഹാമിന് ഒരു മകൻ ലഭിച്ചു. ആ മകനെ അബ്രഹാം ഏറ്റവും അധികം സ്നേഹിച്ചു. തന്റെ ജീവിതത്തിൽ തന്റെ പാപങ്ങളോട് ചേർത്ത് വളർത്തിക്കൊണ്ടുവരുന്ന മകനെ ദൈവം ചോദിക്കുകയാണ്, അബ്രഹാമേ, നിന്റെ മകനെ എനിക്ക് വേണ്ടി ബലി കഴിക്കുവാൻ. പ്രിയമുള്ളവരെ, അബ്രഹാം അവിടെ വിസമ്മതിച്ചില്ല. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു. ഭാര്യയോടുപോലും പറഞ്ഞില്ല, സാറയോടുകൂടി പോലും പറയാതെ നേരെ മോയാമലയിലേക്ക് പോകുവാൻ ഒരുങ്ങുകയായിരുന്നു. ഒരുങ്ങുന്ന സമയത്ത് സാറ ചോദിക്കുകയാണ്, യജമാനെ എങ്ങോട്ട് പോകുന്നു? ആൻസർ ഇതാണ്, എനിക്കും എന്റെ ദൈവത്തിനും തമ്മിൽ ഒരു വാഗ്ദാനമുണ്ട്, അത് നിറവേറ്റുവാൻ പോകുകയാണ്. സാറയോട് പറഞ്ഞില്ല, ഞാൻ മകനെ ബലികഴിക്കുവാൻ പോകുന്നു എന്ന്.
എനിക്ക് എന്റെ ദൈവത്തിനും മധ്യ ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം നിറവേറ്റുവാൻ നോക്കിയാണ് ഇന്ന് ഈ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് എനിക്കും എന്റെ ദൈവത്തിനും മുന്നിൽ ഒരു വാഗ്ദാനമുണ്ടെന്ന് കരുതിക്കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. ദാസന്മാരെയും മോറിയാമലയിലെ അടിവാരത്തിൽ എത്തിയപ്പോൾ ദാസന്മാരെയും കൈകളെയും അവിടെ നിർത്തിയിട്ട് മോറിയാമലയിലേക്ക് കയറി പോകുന്ന സമയത്ത് ഇസ്ഹാക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പ വിറകും തീയുമുണ്ട്, യാഗത്തിനുള്ള ആടെവിടെ? അബ്രഹാമിന്റെ മറുപടി എന്തായിരുന്നു? ആ ദൈവം കരുതിയിട്ടുണ്ട്, ദൈവം അവിടെ കരുതിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥ വിശ്വാസം. അവിടെ ചെന്നു, ബലിപീഠം ഒരുക്കി, വിറകടുക്കി. അതാ ഇസ്ഹാക്ക് ഇങ്ങോട്ട് വരൂ, അവന്റെ കൈയും കാലും കൂട്ടിക്കട്ടി യാഗപീഠത്തിന്മേൽ കിടത്തിക്കഴിഞ്ഞു. തന്റെ കത്തി ഇസ്ഹാക്കിന്റെ നേരെ ഊന്നുന്നതായ സമയത്ത് ഒരു ശബ്ദം കേട്ടു, അബ്രഹാമേ അബ്രഹാമേ, മകന്റെ മേൽ കൈവെക്കരുത്. ആരാണ് ഈ ശബ്ദം കേട്ട് പറയുന്നതിൽ നിന്ന് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ വെളുപ്പത്തെ ഒരു നാട്ടുകൊറ്റൻ കാറ്റിൽ കുരുങ്ങിക്കിടക്കുന്നു. അതിനെ എടുത്തു കൊണ്ടുവന്ന് ബലി കഴിച്ചു. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥ വിശ്വാസം. അബ്രഹാം വിശ്വാസത്തോടുകൂടി പറഞ്ഞു. ഇത് ഞാൻ നിങ്ങളും വിശ്വാസത്തോടുകൂടി ഈ സമയത്ത് നിങ്ങളെ സമർപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നൽകി തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ബലികഴിച്ച ദിവസമാണ് ഇന്നത്തെ ദിവസം. അതായത് പാപികളായ നമ്മെ രക്ഷിക്കുവാനായി സ്വന്തം പുത്രനെ ബലികഴിച്ച ദിവസം. അതായത് എല്ലാം പിതാവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത പുത്രൻ തമ്പുരാന്റെ ആ മനോഭാവമുള്ള ആ ദിവസം, നമ്മുടെ കഷ്ടതയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത ദിവസം, നമ്മുടെ ഈ മാനവരാശിയെ മൊത്തം രക്ഷിച്ച ഒരു ദിവസം, എനിക്ക് വേണ്ടി എൻ്റെ സ്വന്തം വേദനകൾക്ക് വേണ്ടി അവന്റെ വേദനകൾ ഒന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ക്രൂശിലേക്ക് കരയേറിയ ദിവസം, എല്ലാ വേദനകളും സഹിക്കുമ്പോഴും, സഹോദരൻ തള്ളിപ്പറയുമ്പോഴും, സഹോദരൻ ഒറ്റയ്ക്ക് കൊടുക്കുമ്പോഴും എല്ലാം എന്റെ പിതാവിന്റെ ഇഷ്ടമെന്ന് കരുതിക്കൊണ്ട് ആ എല്ലാ പിതാവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തതായ ദിവസം, ഈ ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാം ചിന്തിക്കണം, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നാം അവന് വേണ്ടി ജീവിക്കാനാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നാം അവന് വേണ്ടി ജീവിക്കാനാണ്. ക്രിസ്തുവിന്റെ വിലാപുറത്ത് കുന്തം കൊണ്ട് കുത്തേക്കുമ്പോൾ അവിടെ നിന്ന് വെള്ളവും രക്തവും ഒഴുകുന്നു. പ്രിയമുള്ളവരെ, ആ വെള്ളം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചാലിച്ച് നമ്മുടെ ഹൃദയത്തിൽ അനുതാപത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. ഈ ലോക ജീവിതം ശൂന്യമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വേണ്ടുന്നത് എനിക്ക് എന്റെ ദൈവത്തിനായി ഒരു മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു വരണം. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഹേരോദാവ് യേശുവിനെ തിരിച്ചയച്ചു, നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും ഇവനിൽ ഞാൻ കാണുന്നില്ല. ഹേരോദാവ് തിരിച്ചയക്കുകയാണ്, നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും ഞാൻ ഇവനിൽ കാണുന്നില്ല. അപ്പോൾ എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോക സമൂഹത്തിന്റെ മൊത്തം ചിന്തകൾക്ക് അപ്പുറമായി എല്ലാം പിതാവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് ആ ബേത്ലഹേമിൽ ജനിക്കുകയും, അതായത് എനിക്ക് ജനിക്കുവാൻ സ്ഥലമില്ലാതെ ഇരുന്നിട്ടും ബേത്ലഹേമിൽ പശുത്തൊഴുത്തിൽ ജനിക്കുകയും എന്തൊരു വേദന സഹിച്ചാലും എല്ലാം പിതാവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയും മറ്റുള്ളവരുടെ പരിഹാസത്തിന് അടുക്കുകയും ചെയ്ത് ജീവിതത്തെ പർദീസയിൽ എത്തിക്കുകയും ചെയ്ത പുത്രൻ തമ്പുരാന്റെ ആ പീഡാനുഭവത്തെ കുറിച്ച് നാം ചിന്തിക്കണം. ആ പുത്രൻ തമ്പുരാൻ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. ഇന്നത്തെ ദിവസം മാനവരാശി മൊത്തം രക്ഷപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അതായത് നമ്മളോടുള്ള പിതാവിന്റെ സ്നേഹത്തിന്റെ ദിവസമാണ്. നമ്മളെ ആ പിതാവ് സ്നേഹിച്ചത് കൊണ്ടാണ് സ്വന്തം പുത്രനെ ബലികഴിച്ചത്. ആ സ്വന്തം പുത്രന്റെ വേദന അവിടെ തിരിച്ചറിഞ്ഞിട്ടും പിതാവ് ദൈവം എനിക്ക് വേണ്ടിയാണ് ആ പുത്രനെ ആ വേദനകൾക്ക് ഉറവിടമാക്കിയത്. അതായത് സാധാരണ കുഞ്ഞിന് അവിടെ മരുഭൂമിയിൽ ജലം എത്തിച്ചു കൊടുത്ത, വെള്ളം എത്തിച്ചു കൊടുത്ത ആ പിതാവാ ദൈവത്തിന് അവിടെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വെള്ളം കൊടുക്കാതിരുന്നത്, പ്രിയമുള്ളവരെ, അവിടെ കായ്പുനീര് കുടിക്കുവാൻ വേണ്ടി അവരെ ഒരുക്കിയത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ,
അപ്പോൾ ദൈവത്തിന്റെ ഒരു മനോഭാവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ ക്രിസ്തു മരിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ആ ക്രിസ്തു ഇന്ന് ക്രൂശിൽ തൂങ്ങപ്പെട്ടത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ക്രൂശ് പൂക്കുന്ന കാലമായ കഷ്ടാനുഭവങ്ങളിലൂടെ നീങ്ങുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം അനിവാര്യമാണ്, ഒരു മാറ്റം അനിവാര്യമാണ്. എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ കൊടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പ്രയാണം ചെയ്യുന്നുള്ള ഒരു ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കണം. അതായത് ക്രൂശും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ബന്ധം ദൃഢമായിരിക്കണം. ക്രൂശിലെ വേദനകളെ തിരിച്ചറിയണം. ആ വേദനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്രിസ്തുവിനായി മാറ്റപ്പെടുമെന്നുള്ള ഒരു തീരുമാനപ്രകാരം എടുക്കണം. ക്രൂശിന്റെ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. ക്രിസ്തുവിന് ഈ ക്രൂശിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ഒരു അനുതാപത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ക്രിസ്തുവിന്റെ ക്രൂശുമായി അവനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തികളായി നാം മാറണം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, anybody will follow me, let him deny himself. Let him deny himself എന്നാണ് പറയുന്നത്. നീ തന്നെത്താൻ ത്യജിക്കണം. നിന്റെ ആഗ്രഹങ്ങളൊന്നും വേണ്ട. ഞാനല്ല, ഈ പൗലോസ് പറയുന്നുണ്ട്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ആ ക്രിസ്തു അത്ര ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതം സന്തോഷം കൊണ്ട് നിറയും. എൻ്റെ ജീവിതം പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ദൈവമായിരിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കും എന്നെ മുന്നോട്ട് പ്രയാണം ചെയ്യുന്നത്. എന്റെ ക്രൂശുകൾക്ക് എന്റെ പിന്നാലെ വരുക. ആ ക്രൂശ് കഷ്ടതയുടെ ക്രൂശാകാം, രോഗത്തിന്റെ ക്രൂശാകാം, ദുഃഖത്തിന്റെ ക്രൂശാകാം, മറ്റുള്ളവരെ പരിഹരിക്കുന്ന ക്രൂശാകാം, മറ്റുള്ളവർ പരിഹസിക്കുന്ന ക്രൂശാകാം, നിന്നെ എല്ലാവരും തള്ളുന്ന ക്രൂശാകാം. എന്നാൽ നിന്നെ തള്ളാത്ത ഒരു ദൈവം ഉയരങ്ങളിൽ ഇരുന്നുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു, മകനെ മകളെ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ഈ സമയത്ത് നാം നമ്മെ തന്നെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. പാരമേറിയ ക്രൂശുമായി, അതായത് കാൽവരിയിലേക്ക് നീങ്ങുമ്പോൾ ചാട്ടവാർ കൊണ്ടുള്ള ആടി കൊണ്ടിട്ട് ആ ചാട്ടവാർ കൊണ്ടുള്ള ആടിയിൽ ആ ചാട്ടവാർ രാജ്യത്ത് ഫിറ്റ് ചെയ്തേക്കുന്ന ആ ആടി കഷ്ണങ്ങൾ തന്റെ ശരീരത്തിൽ പതിഞ്ഞു കയറിയിട്ട് വലിക്കുമ്പോൾ മാംസ കഷ്ണങ്ങൾ പതിഞ്ഞു പോകുന്ന വേദന കൊണ്ട് പിതാവാം ദൈവത്തെ നോക്കുകയാണ്. വീണ്ടും അവിടേക്ക് വിയർപ്പ് തുള്ളികൾ ഒഴുകി വരികയാണ്, നീറ്റൽ അനുഭവപ്പെടുകയാണ്. ഈ വേദനയെല്ലാം ആർക്ക് വേണ്ടിയാണ് വഹിച്ചത്? പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ആ പുത്രൻ തമ്പുരാന് വേണ്ടി ജീവിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരണം. അതിനായി നാം ചിന്തിക്കണം. ഒന്നാമതായി, പാപികളായി നമ്മെ സ്നേഹിച്ചതുകൊണ്ട് പിതാവിന്റെ അടുക്കലേക്കുള്ള സുഖജീവിതം വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമുക്ക് വേണ്ടിയാണ്. ഉയർന്നുള്ള പിതാവിന്റെ അടുക്കലുള്ള എല്ലാവിധ സൗഭാഗ്യ ജീവിതങ്ങളും വെടിഞ്ഞിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. തനിക്ക് ജനിക്കുവാനായിട്ട്, അതായത് നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു, ജനിച്ചു, വളർന്നു, ഗോതമ്പാടങ്ങളിലും മുന്തിരിത്തോട്ടങ്ങളിലും വേലയെടുക്കുന്ന ആൾക്കാരോടുകൂടെ തന്റെ ജീവിതം അവിടെ കൊണ്ടു നടന്നു. മത്സ്യത്തൊഴിലാളികളെ തന്നെ ശിഷ്യന്മാരാക്കി അവരോടൊപ്പം ജീവിച്ചു, ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി, എല്ലാം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. ഗെത്സമനാത്തോട്ടത്തിൽ പോകുകയാണ്. ശിഷ്യന്മാരെ ഒരു കല്ലേർ ദൂരെ നിർത്തിയിട്ട് അവിടെ പോയിരുന്ന് ആരും കേൾക്കാതെ, ശിഷ്യന്മാരാരും കേൾക്കാതെ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുത്ത കാരണം തന്റെ വേദനകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവർ എന്നെ മർദ്ദിക്കും, അവർ എന്നെ ക്രൂശിക്കും, എന്റെ കൈയും കാലും കുത്തിത്തുളയ്ക്കും, എന്റെ വ്യാപാരത്തെ കുന്തം കൊണ്ട് കുത്തേക്കും, ഞാൻ വേദന അനുഭവിക്കും, എങ്കിലും എന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. ഞാൻ എല്ലാം എന്റെ പിതാവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ പുത്രൻ തമ്പുരാന്റെ മനോഭാവത്തിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ആ ഗെത്സമനാത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ആ പുത്രൻ തമ്പുരാന്റെ മനോഭാവത്തിലേക്ക് കടന്നു വരണം. ദൈവം നമ്മെ നേർവഴിയിൽ നടത്താൻ ഓരോ അവസരങ്ങൾ തരും. ഓരോ അവസരങ്ങളനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന. സങ്കീർത്തന പുസ്തകം 128-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ
ഭാഗ്യവാൻ. അവൻ ഭാഗ്യവാനാണ്. ഏറെ പണം സമ്പാദിച്ചിട്ടും, ഏറെ പ്രമോഷൻ വാങ്ങിച്ചിട്ടും, ഏറെ സ്ഥാനമാനങ്ങൾ നേടിയിട്ടും ഒരു പ്രയോജനവുമില്ല. എന്താണ് വരുന്നത്? എന്റെ ദൈവത്തെ ഭയപ്പെടണം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ ഭാര്യ അവന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, അവന്റെ മക്കൾ അവന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ഇങ്ങനെ യഹോവനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ചു. നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയാണ്? കാരണം നമ്മുടെ കഴിഞ്ഞ വല്യപ്പച്ചന്മാരും വല്യപ്പച്ചിമാരും ആ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ കാരണം. അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. എനിക്ക് വേണ്ടി പാപിയായി എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മറ്റുള്ളവരെ ശിഷ്യന്മാരാക്കി ഈ വചനം കൊണ്ട് അനേകായിരങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. ദൈവത്തിനായി ജീവിക്കുവാൻ വേണ്ടി അനേകായിരങ്ങൾക്ക് മാനസാന്തരം കൊടുത്ത ആ പുത്രൻ തമ്പുരാന്റെ മനോഭാവത്തിലേക്ക് കടന്നു വരണം. പ്രിയമുള്ളവരെ, നമുക്ക് ഒത്തിരി ഒത്തിരി സാഹചര്യങ്ങൾ ദൈവത്തിലും, എന്നാൽ ആ സാഹചര്യങ്ങളെ ഒന്നും അടുക്കിലേക്ക്, തെറ്റായ സാഹചര്യങ്ങളുടെ അടുക്കിലേക്ക് പോകാതെ എന്റെ ദൈവം തന്ന വഴിയിലൂടെ എനിക്ക് ജീവിക്കണമെന്ന് ഒരു തീരുമാനപ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതാനുഭവം അനുഗ്രഹിക്കപ്പെടും. അതായത് നോർത്ത് ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് ഷിംല എന്ന് പറയുന്ന വലിയൊരു മലയുണ്ട്. അവിടെ ഐസ് കട്ടകൾ ഇങ്ങനെ ഇളവി താഴോട്ട് വരും. അപ്പോൾ ഞങ്ങളൊരു ദിവസം ടൂറിന് പോയി. ഓഫീസിൽ നിന്ന് ടൂറിന് പോകുന്നതായ സമയത്ത് ആ ഒരു ഐസ് കട്ട ഇങ്ങനെ ഇളവി ഇങ്ങനെ വരുന്നത് കണ്ടു. അത് വെച്ച് ഞാനൊരു കഥ എഴുതി. ഈ ഐസ് കട്ട ആദ്യം വന്ന ഐസ് കട്ട നേരെയായ പാതയിൽ പോകാതെ വേറൊരു പാതയിൽ പോയിട്ട് ചെളി വെള്ളത്തിൽ കുത്തിമറിഞ്ഞു. അതിന്റെ നിറം അവിടെ മാറുകയാണ്. അതിന്റെ പുറകിൽ വന്ന ഐസ് കട്ട നേരായ പാതയിൽ പോയി. അവസാനം എവര് തമ്മിൽ കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടുന്ന സമയത്ത് ആ ചെടിയിൽ കുത്തിമറിഞ്ഞ ഐസ് കട്ട മറ്റേ ഐസ് കട്ടയോട് ചോദിക്കുകയാണ്, നിന്റെ നിറം എങ്ങനെ? നീ സുന്ദരിയായിരിക്കുന്നല്ലോ. പറഞ്ഞു, നീ വളഞ്ഞ വഴിയിലൂടെ പോയി ചെടിയിൽ കുത്തിമറിയുവാൻ ആര് പറഞ്ഞു? നീ നേരായ പാതയിലൂടെ. ഇതുപോലെയാണ് നമുക്ക് ഒത്തിരി ഒത്തിരി സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരും. നീ നേരായ പാതയിൽ നീങ്ങുകയാണെങ്കിൽ നിന്റെ ജീവിതം സൗന്ദര്യത്തിന്റെ പാതയിലേക്ക്, ദൈവികതയുടെ പാതയിലേക്ക് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. നേരെ മറിച്ച് നീ വളർന്ന വഴിയിലൂടെ ചെടിയിൽ കുത്തിമറിയുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ നിന്റെ ജീവിതം ദൈവകോപത്തിനിടയാകും. ആ ദൈവകോപത്തിന് വിട്ടുകൊടുക്കാതെ നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. രണ്ടാമതായി, നമ്മിൽ ദൈവിക സാന്നിധ്യം ഉണ്ടാകാൻ പാപബോധം ഉണ്ടാകണം. നമ്മിൽ ദൈവിക സാന്നിധ്യം ഉണ്ടാകണം. അതിനുവേണ്ടി പാപബോധം ഉണ്ടാകണം. ക്രൂശിന്റെ ലെഫ്റ്റും റൈറ്റും രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചു. ഒരു ഭാഗത്തെ കള്ളൻ അവിടെ പഴിക്കുകയാണ്. ലൂക്കോസ് 23-ാം അധ്യായം 39 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഒരു ഭാഗത്തെ കള്ളൻ അവിടെ ദുഷിക്കുകയാണ്. നീ മുഖാന്തരമല്ലേ ഞാൻ ക്രൂശമരണത്തിന് വിധേയനായത്? നീ മുഖാന്തരമല്ലേ എനിക്ക് അടികൊണ്ടത്? ഇതെല്ലാം പറഞ്ഞ് ദുഷിക്കുകയാണ്. ഇതെല്ലാം കേട്ട് മാർഭാഗത്തെ കള്ളൻ ചോദിക്കുകയാണ്, ഇവൻ അല്ലാതൊന്നും ചെയ്തിട്ടില്ല സഹോദര, നമ്മളാണ് തെറ്റുകാരൻ. പക്ഷേ ഇവൻ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ഇന്ന് അടികൊണ്ടു, ക്രൂശമരണമേറ്റു, കൈയും കാലും കുത്തിത്തുളച്ചു. എന്നിട്ട് യേശുവിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, യേശുവേ നീയും ആ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. ആൻസർ ഉണ്ടായിരുന്നു. ആ നീ എന്നോടുകൂടെ പദവി സ്വീകരിക്കും. അവനറിയാം ഇത് അന്ത്യ നിമിഷമാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ആത്മാവ് നരകത്തിലേക്ക് പോകും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവിടെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടുകയില്ല. പക്ഷെ അവൻ യേശുവിന്റെ അടുക്കൽ പറഞ്ഞു, യേശുവേ നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന്. യേശു മറുപടിയായി പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പദവി സ്വീകരിക്കും. ഇതാണ് അന്ത്യസമയത്തെ മാനസാന്തരം. ആ മാനസാന്തരത്തിലൂടെ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കും.
പലരും ചിന്തിക്കും ഇനിയും സമയമുണ്ട്, എൻ്റെ വയസ്സ് ഇത്രയൊന്നും ആയില്ല, ഒന്നീ 40 അല്ലെ 45 50 55 ആയോട് 10 85 90 വരെയൊക്കെ ജീവിക്കും, മാനസാന്തരപ്പെടുവാൻ സമയമുണ്ടെന്ന്. പക്ഷേ പ്രിയമുള്ളവരെ, സമയമില്ല. ഇനി ഈ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഞാൻ ഇന്ന് അടുത്ത നിമിഷം കാണുകയില്ല, കാണുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നീ നിന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ആ മുടനായ പുത്രൻ തിരിച്ചു വന്നതുപോലെ ഈ ദൈവപുത്രന്റെ സന്നിധിയിൽ ഈ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് ആ കുരിശിലെ അരുമനാഥനെ കണ്ടുകൊണ്ട് അവനായി ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനപ്രകാരം സകല പാപങ്ങളിലെയും പിറകിലേക്ക് വലിച്ചെറിഞ്ഞ് ദൈവത്തിനായി ജീവിക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ സകല പാപങ്ങളെയും എന്റെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നാശകരമായ പിടിയിൽ നിന്നും ആ കുലഞ്ഞ കേട്ടിൽ നിന്ന് എന്നെ കരകയറ്റിയിരിക്കുന്നു. എന്റെ ജീവിതം ക്രിസ്തുവാകുന്ന പാപങ്ങൾ ഫൗണ്ടേഷനിൽ നിർമ്മിക്കൽ എന്റെ സകല പാപങ്ങളെയും പിറകിലേക്ക് വലിച്ചെറിഞ്ഞു കളയണം. എന്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കണം. അതിനായി ഒരു തീരുമാനമെടുക്കണം. നമ്മിൽ ദൈവിക സാന്നിധ്യം ഉണ്ടാകാൻ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ആത്മതപനം ചെയ്യണം. പ്രിയമുള്ളവരെ, എല്ലാം അവസാനിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് കൂടെ എന്റെ ജീവിതം രക്ഷയുടെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ വിശ്വാസം വലിച്ചെറിയ അറിഞ്ഞൂടെയൊന്ന് യോബ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, നീ എന്താണ് പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്? ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നെല്ലാം തന്നത് എൻ്റെ ദൈവമാണ്. ആ തന്ന ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ചോദിക്കണം, എൻ്റെ ദൈവമേ, ഞാൻ സഞ്ചരിക്കുന്ന പാത നേരെയാണോ? ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന്? ആദ്യം ചെറിയ പരീക്ഷണങ്ങളെ കേൾക്കും, പക്ഷെ അന്ത്യത്തോളം തറച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതം ക്രിസ്തുവിനായി മാറ്റപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. ഇവിടെ നാട്ടിലിരിക്കുന്ന ക്രൂശിൽ നോക്കിക്കൊണ്ട് പറയുകയാണ്, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ക്രൂശിലേക്ക് കയറിയത്. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യ അവകാശത്തിന് വേണ്ടി. അതുകൊണ്ട് നമ്മുടെ നിലപാടുകളിൽ ഒരു മാറ്റം ഉണ്ടാകണം. അവന്റെ ഓരോന്നിനും രക്തവും ഈ ചുറ്റു വീഴുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പാപബോധം ഉണ്ടാകണം. ഉള്ളിന്റെ ഉള്ളിൽ തീർന്ന വിഷമത്തോട് അവനോട് കരയണം. അപ്പാ, ഇന്നു മുതൽ ഞാൻ നിന്റെ വകയായി മാറിയിരിക്കുന്നു, ഇനി ഞാൻ നിനക്കായി ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനപ്രകാരം നമ്മുടെ എച്ചിൽ കൂനകളെക്കാൾ കവിഞ്ഞു കൂടിയ പാപക്കറകളെ കഴുകി ദൈവസന്നിധിയിൽ കടന്നു വരണം. എങ്ങനെ കടന്നു വരണമെന്ന് അറിയാമോ? ഒരു വണ്ടി സർവീസ് ചെയ്തതുപോലെ. എല്ലാവരും വണ്ടിയുള്ളവരാണ്. വണ്ടി സർവീസ് ചെയ്ത് എങ്ങനെയാ? വണ്ടി കൊണ്ട് കൊടുക്കുമ്പോൾ ആദ്യം അതിന്റെ പഴയ ഓയിലും മാറ്റും. പഴയ ഓയിൽ മാറ്റിയിട്ട് അതിന്റെ പ്ലഗും കാർബറേറ്ററും ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പുതിയ ഓയിൽ ഒഴിക്കും. വീണ്ടും അതിന്റെ ടയറും അതിന്റെ എയറും എല്ലാം ചെക്ക് ചെയ്യും. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ പഴയ ഓയിലിനെ മാറ്റണം. ഉള്ളിലെ ദുശ്ചിന്തകളെ മാറ്റണം. എന്റെ വഴി നിലപ്പാക്കണം. ഞാൻ എന്റെ ക്രിസ്തുവിനായി ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനപ്രകാരം എന്റെ ജീവിതത്തിലെ അസംസ്കൃതമായി കുമിഞ്ഞുകൂടി കിടക്കുന്ന പാപക്കറകളെ കഴുകണം. രണ്ടാമതായി പുതിയ ഓയിൽ ഒഴിക്കണം. വചനമാകുന്ന ഓയിൽ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്ഥാപിക്കണം. ആ വചനത്തെ ഭയപ്പെട്ട് ജീവിക്കണം. ആ വചനത്തിനായി മാറ്റപ്പെടുന്ന ഓരോ വ്യക്തികളായി മാറണം. വീണ്ടും അതിന്റെ പ്ലഗും കാർബറേറ്ററും ക്ലീൻ ചെയ്യണം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന അസൂയയും അതായത് വൈരാഗ്യവും എല്ലാം മാറ്റി ദൈവത്തിനായി മാറ്റപ്പെടുന്ന ഓരോ വ്യക്തികളായി മാറണം. നാലാമതായി അതിന്റെ ടയർ ചെക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിന്റെ നടപ്പുകളുടെ വഴി നീ സൂക്ഷിച്ചു നോക്കണം. നിന്റെ നടപ്പുകളുടെ വഴി നീ ശ്രദ്ധിക്കണം. അപ്പോൾ എച്ചിൽ കൂനകളെക്കാളും കുഞ്ഞുകൂടിയ പാപക്കറകൾ കഴുകി നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നിന്നിൽ ഒരു പാപബോധം ഉണ്ടാകും. ഇവിടെ പാപബോധം ഉണ്ടായ അനേകം ആൾക്കാരെ കാണാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. യെശയ്യാപ്രവാചകന്റെ ഉള്ളിൽ പാപബോധം ഉണ്ടായപ്പോൾ യെശയ്യാപ്രവാചകൻ പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അംഗങ്ങളുള്ള മനുഷ്യൻ. ഞാൻ ശുദ്ധിയില്ലാത്ത അംഗങ്ങളുള്ള ഒരു പ്രവാചകൻ അവിടെ
ദൈവസന്നിധി പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. വീണ്ടും പറയുന്നു, കർത്താവേ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. കർത്താവേ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. വീണ്ടും റോമൻസിന്റെ 7-ാമത്തെ 2-ാം വാക്യം പറയുന്നു, പൗലോസ് പറയുന്നു, ഞാൻ അരിഷ്ട മനുഷ്യനാണ്. പൗലോസ് ആരായിരുന്നു? ശൗലായിരുന്നു, യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നു, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ കാൽക്കലിരുന്ന ന്യായപ്രമാണം പഠിച്ചവനായിരുന്നു, മറ്റുള്ളവരെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നവനായിരുന്നു, മറ്റുള്ളവരോട് വചനം പറഞ്ഞു കൊടുക്കുന്നവനായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ കണ്ടവുടനെ ഇതെല്ലാം ചപ്പും ചവറുമായി എണ്ണി, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത് എന്നുള്ള ഒരു തീരുമാനപ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണുന്നു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി നോക്കാതിരുന്നു. കൊല്ലുവാൻ കൊണ്ടുപോകുന്നവൻ ആടിനെ പോലെ അവൻ വായി നോക്കാതിരുന്നു. അവന് വേദനകൾ അറിയാം, എന്നെ എന്ത് ചെയ്യുമെന്നറിയാം. ഒറ്റയ്ക്ക് കൊടുക്കുന്ന സമയത്തും കാൽവെഴുന്നേൽക്കുന്ന കാൽവെഴുന്നേൽ ശുശ്രൂഷയിൽ ഞാൻ കേട്ടു. കാൽവെഴുന്നേൽ ശുശ്രൂഷയിൽ ആ കാൽവെഴുന്നേലായ സമയത്തും ആ യൂദായുടെ ഉള്ളിൽ ഒരു മനോഭാവമുണ്ട്. എന്താ? ആ 30 വെള്ളിക്കാശ് എൻ്റെ കയ്യിൽ കിട്ടണം. ഞാൻ എന്റെ ഗുരുവാന്റെ ആരാധന അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. എന്താ കാര്യം? ഈ ദുഃഖവെള്ളിയാഴ്ചകളിൽ നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ മാനസാന്തരമില്ല, അനുതാപമില്ല എങ്കിൽ എന്റെ ജീവിതം വെറും അർത്ഥശൂന്യമാണ്. ഞാൻ യൂദയെ പോലെയാണ്. വേറെ മറ്റ് സഹോദരനാണ് തള്ളി പറയുകയാണ്, ഒരു ബാല്യകാലത്തിൽ പറയുകയാണ്, പത്രോസിനോട് നീയും അവനോടുകൂടെ ഉള്ളവനല്ലയോ? മറുപടിയായി പറയുകയാണ്, ഞാൻ അറിയുന്നില്ല. അവിടെ ആനയിടുവാനും രാകുവാനും തുടങ്ങി. അവസാനം എന്ത് സംഭവിച്ചു? ക്രിസ്തു തിരിഞ്ഞു നോക്കി. അവിടെ വെച്ച് പത്രോസിന്റെ ജീവിതത്തിൽ ഒരു അനുതാപത്തിന്റെ ഒരു മാറ്റം ഉണ്ടാക്കുകയാണ്. അവിടെ പത്രോസ് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയതും ക്രിസ്തുവിന്റെ കണ്ണും പത്രോസിന്റെ കണ്ണും നേരെ രണ്ടുപേരും നോക്കിയപ്പോൾ ആ പത്രോസിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകയാണ്. അവിടെ എന്റെ ആത്മനാഥൻ പറഞ്ഞത് അവിടെ നിവൃത്തിയായി പ്രിയമുള്ളവരെ. അവിടെ പത്രോസ് പൊട്ടിക്കരയുകയാണ്. പത്രോസ് പൊട്ടിക്കരഞ്ഞു. പത്രോസിന്റെ ജീവിതത്തിൽ അനുതാപമുണ്ടാക്കി. താൻ തന്റെ പുരുഷാരത്തിന് 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി പിതാവാം ദൈവത്തെ കാണിച്ച് വാഴ്ത്തി മുറിച്ച് 5000 പേർക്ക് കൊടുത്ത ജനസമൂഹം ഇവനെ ക്രൂശിക്ക എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, ഞാൻ കൊടുത്ത അപ്പം ഭക്ഷിച്ചിട്ടാണല്ലോ ആ വാ കൊണ്ട് ഇത് പറഞ്ഞതെന്ന് നോക്കി ക്രിസ്തു ഭാഗപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഞായറാഴ്ച കുരുത്തോലയും പൂക്കളും വേണ്ടിക്കൊണ്ട് എന്റെ പിന്നാലെ കൈലക്കുട്ടിയുള്ള ഒരു രാജാവായി കയറി വന്നപ്പോൾ പൂക്കൾ വലിച്ചെറിഞ്ഞിട്ട് ഓശാന ഓശാന എന്ന് പാടിയ ജനസമൂഹമല്ലേ വിളിച്ചു പറഞ്ഞത് ഇവനെ ക്രൂശിക്കാറുണ്ട്. അവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മരണസമയത്ത് അവന്റെ ജീവിതത്തിൽ ഇത്രയും വേദനകളും ഇത്രയും പരിഹാസവും എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ അവസ്ഥയുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്റെ ജീവിതം പിതാവാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തത് കൊണ്ട്, ഞാൻ എന്റെ ജീവിതം എന്റെ ദൈവത്തിന്റെ എന്റെ പിതാവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തത് കൊണ്ട്. പ്രിയമുള്ളവരെ, ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ നാമത്തിലാണ്. അതായത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കൃപയാലല്ലോ വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലാണ് വിശ്വാസം വഴി രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാൽ നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസമില്ലാത്ത ജീവിതം വ്യർത്ഥമത്രേ. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനത്തിൽ പറയുന്നു, വിശ്വാസം എന്നുള്ളോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാണ്. നീ കാണാതെ ഇന്നത് കിട്ടുമെന്ന് അതാണ് അബ്രഹാം പറഞ്ഞത്. മകനെ ദൈവം കരുതിയിട്ടുണ്ട്, ആട്ടുകുട്ടിയെ പൂർണ്ണമായി വിശ്വാസമാണ്. അവിടെ ദൈവം കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ വേറെ പോയി അവിടെ നോക്കുകയാണ്. അപ്പൊ ആ ആട്ടുകുട്ടി അവിടെ കാട്ടിൽ കുരുങ്ങി കിടക്കുന്നു. യഥാർത്ഥമായ വിശ്വാസം വേണം. ആ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവകൃപ വേണം. ദൈവത്തിനുള്ളവർക്ക് മാത്രമേ വിശ്വാസം ഉണ്ടാകുന്നുള്ളൂ. ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ ദൈവിക സാന്നിധ്യം ഉണ്ടാകണം. ദൈവിക സാന്നിധ്യം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എന്നോട് സംസാരിക്കുന്നവനായി അവനോട്
ചോദിച്ചിട്ട് മറുപടിക്കായി കാത്തിരിക്കുന്ന വ്യക്തികളായി മാറണം. ദൈവിക സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അനുതാപമുള്ള ഹൃദയം ഉണ്ടാകണം. അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വരണം. അനുതാപം ഉണ്ടാകണമെങ്കിൽ രക്ഷ പ്രാപിക്കണം. രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്രൂശിലേക്ക് നോക്കി, ഈ തന്നെ അൽമനാഥനെ തൂക്കിയിരിക്കുന്ന ഈ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് എന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഞാൻ ഇന്നൊരു പുതിയ വ്യക്തിയായി മാറുമെന്നുള്ള തീരുമാനപ്രകാരം ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഈ സമർപ്പണത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ഈ സമയത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്ക് മുന്നോട്ട് പ്രയാണം ചെയ്യുന്നത് ദൈവിക സാന്നിധ്യത്തിലായിരിക്കണം. ദൈവിക സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ഇവിടെ അനുഗ്രഹിക്കപ്പെടും. ദുഃഖവെള്ളിയാഴ്ച ഈ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. അതായത് ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ മനുഷ്യനാണെന്ന് തോന്നാത്തവൻ അവന്റെ രൂപം വിരൂപമാക്കി കളഞ്ഞു. പ്രിയമുള്ളവർ, എന്താണ് ഒരു മനുഷ്യനെന്ന് പോലും തോന്നിക്കാത്ത രീതിയിൽ അതാ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ വിരൂപമായ ഒരു രൂപം. അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടു, അവൻ ദുഷിക്കപ്പെട്ടു. എന്തിനാണ് ഇതെല്ലാം അനുഭവിച്ചത്? വീണ്ടും അവൻ വേദന നിറഞ്ഞവനായി തീർന്നു, അവൻ നിന്ദിക്കപ്പെട്ടവനായി തീർന്നു. അവനോ നമ്മെ ബഹുമാനിച്ചു, നാമോ അവനെ ബഹുമാനിച്ചില്ല. നാം കരുതി ദൈവം അവനെ ദണ്ഡിപ്പിച്ചു, എന്നാൽ ദൈവം ദണ്ഡിപ്പിച്ചതല്ല, നമ്മുടെ പാപങ്ങൾ അത്രേ അവനെ കുരിശിലേക്ക് കയറ്റിയത്. അവന്റെ മേലുള്ള ശിക്ഷ നമ്മെ രക്ഷയിലേക്ക് കൊണ്ടെത്തിച്ചു. അവന്റെ മേലുള്ള ആ ശിക്ഷ നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തി. കൊല്ലാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു, വായി തുറക്കാതിരുന്നു. അവന്റെ ജീവിതത്തിൽ എല്ലാം സാധ്യമാണ്. അവൻ ഈ ലോകമെമ്പാടും അവനെ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തവനാണ്. കുറേക്കാരൻ ശീമോന്റെ ഭവനത്തിൽ വെച്ച് ആ മകളട്ടിക്കാരൻ മറിയ അവിടെ വചനം കേൾക്കുവാനായി കടന്നു വന്നു. അവരുടെ സെക്യൂരിറ്റി ഉണ്ട്, ആരുടെ പ്രവേശിക്കണമെങ്കിൽ അവൾ ആരുടെ അനുവാദം ചോദിക്കാതെ ഒരു ഭരണി സ്വന്തം ധൈര്യവും കൊണ്ട് അവൾ ശീമോന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നു, അവിടെ വചനം കേട്ടു. അവൾ പാപിനിയാണ്. അവൾ ആ ഓരോ വചനം കേൾക്കുമ്പോഴും തൻ്റെ കണ്ണുനീർ ക്രിസ്തുവിൻ്റെ കൃപാലത്തിലേക്ക് അവൾ ഒഴുക്കി. ക്രിസ്തുവിൻ്റെ കൃപാലത്തിലേക്ക് ഒഴുകിക്കൊണ്ട് അവൾ അവിടെ കരയുകയാണ്. കരഞ്ഞിട്ട് അവൾ തൻ്റെ പാപങ്ങളെ അവളെ ഏറ്റു പറഞ്ഞ് അവളെ കരഞ്ഞിട്ട് അവൾ ഓരോ പാപങ്ങളെയും ക്രിസ്തുവിൻ്റെ കൃപാലങ്ങളിലേക്ക് അവിടെ ഇട്ടുകൊടുക്കുകയാണ്. ഇട്ടുകൊടുത്തിട്ട് അവളെ കരഞ്ഞു. കൊണ്ടുവന്ന ആ പരിമള തൈലം ക്രിസ്തുവിൻ്റെ കാൽക്കൽ പൂശി. അപ്പോൾ അവിടെ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്താ? ആരാ ചോദിച്ചേ? യൂദ ചോദിച്ചു, ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമല്ലോ എന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്തു മറുപടി പറയുന്നു, ദരിദ്രന്മാർ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ, ഇവളോ എൻ്റെ ശവസംസ്കാരത്തിനായി സൂക്ഷിച്ചു. പ്രിയമുള്ളവരെ, അവൾ പാപിനിയായ സ്ത്രീയായിരുന്നു. അവിടെ ശീമോന്റെ ഭവനത്തിലേക്ക് കയറുന്ന സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് അകത്തേക്ക് കയറുന്നു. അവിടെ ആരെയും നോക്കാതെ അവൾ നേരെ ഞാൻ എൻ്റെ യേശുവിൻ്റെ കൃപാലത്തിലേക്ക് പോകുകയാണെന്നുള്ള ഒരു തീരുമാനപ്രകാരം അവൾ അവിടെ മുന്നോട്ട് പ്രയാണം ചെയ്തു. ആ പ്രയാണം ചെയ്യുന്ന സമയത്ത് അവളിൽ ആത്മതപനമുണ്ടായി, ഒരു മാനസാന്തരമുണ്ടായി, ഒരു അനുതാപമുണ്ടായി. വിശുദ്ധ കുർബാനയിൽ നാം പറയാറുണ്ട്, നിലവേരോടുള്ള കോപം നിലവിൽ നാം പാടാറുണ്ട്. നിലവേരോടുള്ള കോപം നിലവിളിയാൽ നീങ്ങിപ്പോയി, അത് മാറിപ്പോയി. നിലവയെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. യോനയെ അവിടെ കയറ്റുകയാണ്. യോന എങ്ങോട്ടാ വണ്ടി കയറിയേ? തന്റെ കയ്യിലുള്ള പണം കൊടുത്ത് ദൈവം കൽപ്പനയ്ക്ക് അനുസരിച്ച് ജീവിക്കാതെ യോന തർശീസിലേക്ക് വണ്ടി കയറി. അവിടെ കൊടുങ്കാറ്റടിപ്പിച്ചു. അപ്പോൾ ആടി ഉലയാൻ തുടങ്ങി. ആടി ഉലയാൻ തുടങ്ങിയപ്പോൾ എന്താ, നമ്മളെ ഓരോരുത്തരെയും ഭവനത്തിൽ ചില സമയത്ത് രോഗങ്ങളാലും ദുഃഖങ്ങളാലും പ്രയാസങ്ങളാലും അവന് ആടി ഉലയും. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം അപ്പം ചിന്തിച്ചോളാം, ഞാൻ എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ദൈവകൽപ്പന ലംഘിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അവളെ മുട്ടുകുത്തണം, മുട്ടുകുത്തി ചോദിക്കണം, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്തോ മകളെന്തോ പേരെനിക്ക് യോഗ്യതയില്ല, നിന്റെ കൂലിക്കാരൻ ഒരുത്തരെ പോലെ കൈക്കൊള്ളണമേ എന്ന്. ആ അനുതാപ ഹൃദയവുമായി നീ ദൈവ
പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എച്ചിൽ കൂനകളെക്കാളും ഒഴിഞ്ഞു കൂടിയ പാപക്കഥകളെ കഴുകുവാൻ പ്രാപ്തിയുള്ള എൻ്റെ ദൈവമാണ്, എൻ്റെ ദൈവപുത്രനാണെന്ന് ക്രൂശിലേക്ക് കയറിയത്. അതുകൊണ്ട് ഓരോ പാപങ്ങളെയും ഏറ്റുപറയണം. കപ്പൽ അവിടെ ആടി ഉലയുകയാണ്. ഓരോരുത്തരും അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരാൾ മാത്രം പ്രാർത്ഥിക്കുന്നില്ല. ആരാ? യോന. യോന എവിടെ ഇരിക്കുക? ആ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുക. അവസാനം ഇത് എങ്ങനെ സംഭവിക്കും? എന്റെ പ്രവൃത്തി കൊണ്ടല്ല, എന്റെ പ്രവൃത്തി കൊണ്ടല്ല, എന്റെ പ്രവൃത്തി കൊണ്ടല്ല എന്ന് ഓരോരുത്തരും പറയാൻ തുടങ്ങി. അവസാനം നമുക്കൊരു കാര്യം ചെയ്യാം, ചീട്ടിടാമെന്ന് തീരുമാനിച്ചു. ചീട്ടിട്ടു. ചീട്ട് ആർക്ക് വീണു? യോനയ്ക്ക് വീണു. യോനയ്ക്ക് വീണ് ചീട്ട് യോനയെ തട്ടി ഉണർത്തുകയാണ്. നീ ആരാണ്? അപ്പൊ യോന ഒരു മറുപടി പറയും, ഞാനൊരു എബ്രായൻ, കടലും കരയും സൃഷ്ടിച്ച എന്റെ ദൈവമായ യഹോവയെ കുറിച്ചു വരുന്നു. നീ എന്തിന് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് ഇട്ട് കളഞ്ഞു. കടലിലേക്ക് ഇട്ട് കളഞ്ഞു. കടൽ ശാന്തമായി. പക്ഷേ യോന മരിച്ചോ? ഇല്ല. കാരണം എന്താണ്? അവൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. ദൈവവചനം, അതായത് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അവനെ ഞാൻ മരിക്കാൻ സമ്മതിക്കുകയില്ല. അവനെന്റെ ജീവിതത്തിന്റെ പങ്കാളിയായി ഞാൻ മാറ്റപ്പെട്ട ഒരു പ്രവാചകനാണ്. പ്രിയമുള്ളവരെ, അവിടെ യോന കടലിലേക്ക് വീണപ്പോൾ മുങ്ങിപ്പോകാതിരിക്കാൻ ഒരു വലിയ മത്സ്യത്തെ അവിടേക്ക് അയച്ചു. മത്സ്യം വന്ന് വിഴുങ്ങി. എവിടെ കൊണ്ടിട്ടു? കരയിലേക്ക് ശബ്ദിച്ചിട്ടു. കരയിലേക്ക് ശബ്ദിച്ചിട്ടും യോനയുടെ ജീവിതത്തിൽ മാറ്റമില്ല. അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രവാചകൻ വെയിൽ കൊണ്ട്, അതായത് ക്ഷീണിച്ചു പോകുമെന്ന് പറഞ്ഞ് വലിയൊരു ആവണക്ക് അവിടെ മുളപ്പിച്ചു. ആവണത്തിന്റെ തണലിൽ കിടന്ന് സുഖമായി തുടങ്ങുകയാണ്. വീണ്ടും ഇവനെ ഇങ്ങനെ വിട്ടാൽ പോലെ ആവണക്ക് പുഴുവിനെ അയച്ച് അവിടെ ഉണക്കി കാണും. പ്രിയമുള്ളവരെ, ഈ പ്രവാചകനെ വീണ്ടും നിനിവയിലേക്ക് പോകുമ്പോൾ, നിനിവയിൽ പോയി വചനം സംസാരിച്ചപ്പോൾ നിനിവയിലെ ജനങ്ങൾ അവിടെ രാജാവ് സകലം ചാക്കൊടുത്ത് രണ്ടിലും വെള്ളിയിലും നിന്ന് ആത്മതപനം ചെയ്യുകയാണ്, കരയുകയാണ്, പാപങ്ങളെ ഏറ്റു പറയുകയാണ്. ഞാൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള തീരുമാനപ്രകാരം ഓരോരുത്തരും അവനവന്റെ പാപങ്ങളെ ഏറ്റു പറയുകയാണ്. അങ്ങനെ ഏറ്റു പറഞ്ഞ് വന്ന ആ ജനങ്ങളെ, നിനിവേയിലെ ജനങ്ങളെ രക്ഷിച്ചവനായ ദൈവം ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ പാപങ്ങളും ക്ഷമിച്ച് ഏതവസ്ഥയിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുവോ, രോഗത്തിലായിരിക്കാം, ദുഃഖത്തിലായിരിക്കാം, കഷ്ടപ്പാടിലായിരിക്കാം, കടഭാരത്തിലായിരിക്കാം, മക്കളുടെ കാര്യത്തിലായിരിക്കാം, ഏത് കാര്യത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുവോ, ഇന്ന് നിങ്ങൾ ഈ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് കരയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു രക്ഷയുടെ ഉങ്ങളുടെ തുറന്നു തരും. അതിന് ദൈവമായ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ കുനിച്ച് മനസ്സിനെ രൂപാന്തരപ്പെടുത്തി ഈ ക്രൂശിലേക്ക് നോക്കാം. എൻ്റെ ദൈവമേ, നീ നിന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവമേ, നിന്റെ പുത്രൻ 33 വർഷം ഈ ലോകത്ത് ജീവിച്ചു. പലർക്ക് നീ അവൻ സൗഖ്യം കൊടുത്തു. അവനെ രക്ഷിക്കാമായിരുന്നു. അവൻ ഗസമനത്തോട്ടത്തിൽ പോയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവമേ, അവൻ പിതാവെ ഒക്കുമെങ്കിൽ ഈ പാനപാത്രത്തിൽ നിന്ന് നീക്കരുത്. എങ്കിലും എന്റെ ഇഷ്ടമല്ല, എല്ലാം പിതാവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ആ പുത്രൻ തമ്പുരാന്റെ മനോഭാവത്തിൽ ദൈവമേ ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ദൈവമേ, പിലാത്തോസിന്റെ ആഡംബരം മുതൽ കാൽവരി വരെ ചാട്ടവാറ് കൊണ്ട് അടികൊണ്ട് മാംസ കഷണങ്ങൾ പറഞ്ഞു പോയിട്ട് ഓരോ തുള്ളി വിയർപ്പും ആ മുറിവിലേക്ക് ഇറങ്ങി വന്ന് അവിടെ നീറ്റിൽ അനുഭവപ്പെടുമ്പോഴും പുത്രൻ തമ്പുരാൻ ആ പിതാവിനോട് ദേഷ്യവും കാണിക്കാതെ ദൈവമേ ആ ക്രൂശിലേക്ക് കയറിയത് എനിക്ക് വേണ്ടിയാണല്ലോ. ദൈവമേ, എനിക്ക് വേണ്ടിയാണല്ലോ നീ മരിച്ചത്. എന്റെ പാപങ്ങൾ മൂലമാണല്ലോ നീ നിന്റെ കൈകളിൽ ആണികൾ തറക്കപ്പെട്ടത്. നിന്റെ തലയിൽ, എന്റെ മനസ്സിന്റെ ഉള്ളിൽ വാരിക്കൂട്ടിയിരിക്കുന്ന ആ ദുശ്ചിന്തകൾക്ക് വേണ്ടി നിന്റെ തലയിൽ മുൻകിരീടം വഹിച്ചു. ദൈവമേ, ഞാൻ നടന്നതായ തെറ്റായ പാപം മൂലം ദൈവമേ നീ നിന്റെ കൈകളിൽ ആണി തറക്കപ്പെട്ടു. എന്റെ കൈകൊണ്ട് ചെയ്ത ദുഷ്പ്രവർത്തനം
പ്രവൃത്തി കൊണ്ട് നിന്റെ കൈകളിൽ ആണി നിറയ്ക്കപ്പെട്ടു. ഇതെല്ലാം നീ എനിക്ക് വേണ്ടിയാണ് ഇത് അനുഭവിച്ചത്. ദൈവമേ, ഇന്ന് ഞാനിതാ ഈ വിശുദ്ധ ദേവാലയത്തിൽ നാട്ടിലിരിക്കുന്ന കുരിശിൽ നോക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നു. ഇനി മുതൽ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ എന്റെ ക്രിസ്തു ജീവിക്കുമെന്നുള്ള തീരുമാനപ്രകാരം ഞാൻ മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ നീ ഒരുക്കണമേ ദൈവമേ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരുക്കണമേ കർത്താവേ. മനസ്സിനൊരു രൂപാന്തരം കൊടുക്കണമേ. എന്റെ ദൈവത്തിനായി ജീവിക്കണമെന്നുള്ള തീരുമാനപ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഇടയാക്കണമേ ദൈവമേ. നിനക്ക് വേണ്ടി മാറ്റപ്പെടുന്ന ഓരോ വ്യക്തികളായി മാറുവാൻ ഇടയാക്കണമേ ദൈവമേ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കണ്ണുനീരിനെ മറികടന്നു പോകരുത് കർത്താവേ. കണ്ണുനീരിന് ഉത്തരം നൽകുന്ന എന്റെ ദൈവം തമ്പുരാൻ, ദൈവമേ, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. നിന്റെ മാവോട് ചേർത്ത് നിർത്തണമേ. നീ നിന്റെ പുത്രൻ തമ്പുരാൻ ഒഴുക്കിയ ഓരോ തുള്ളി രക്തവും എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ ഇന്ന് സമ്മതിച്ചിരിക്കുന്നു കർത്താവേ. എന്റെ പാപങ്ങൾ, കരങ്ങൾ നിറഞ്ഞ പാപങ്ങൾ ദൈവമേ, ഒരിക്കലും മാറ്റപ്പെടാത്ത പാപങ്ങൾ ദൈവമേ, നിന്റെ കരങ്ങളിൽ തെളിഞ്ഞു ദൈവമേ, കഴുകി വെളുപ്പാക്കണമേ ദൈവമേ. നിന്റെ പുത്രൻ തമ്പുരാന്റെ രക്തത്താൽ ഞാനൊരു പുതിയ വ്യക്തിയായി മാറുവാനിടയാകണമേ കർത്താവേ. ഞങ്ങൾ അല്പസമയം ഇരിക്കട്ടെ, ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ വഹിച്ച പുത്രൻ തമ്പുരാന്റെ നാമത്തിൽ തന്നെ.